അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്നങ്ങ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ആ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ബോളിലേക്ക് ഞാനൊരു കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാൻ ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് എടുത്തിട്ട് ഈ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങ് കുഴച്ചെടുക്കണം. ഇനി പാലില്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതിയാവും. അപ്പോൾ പാലുണ്ടെങ്കിൽ പാലിന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാലും കൂടെ ഒഴിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ അധികം ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിലൊക്കെ നല്ലതുപോലെ തന്നെ ചൂടായിട്ട് കിടക്കുകയാണ്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് കളറ് മാറുകയും ചെയ്യും, ഉൾഭാഗം വേവില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല. അങ്ങനെയാവുമ്പോൾ ഇത് പൊട്ടിപ്പോവും. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പാനിയും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് ഉരുക്കിയിട്ട് എടുക്കണം. പിന്നെ ഇത് ശർക്കരയിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, പഞ്ചസാരയിൽ വേണേലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്നുകൂടെ തിളപ്പിച്ച് ഒരു നൂൽ പരുവൊക്കെ ആവുമല്ലോ, അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ശർക്കര പാനി എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് തമ്മിലൊട്ടാത്ത രീതിയിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്